നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള പ്ലേ സ്റ്റോർ ഉണ്ട്. എന്നാൽ നമ്മൾ അധികമൊന്നും ഈ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സുകൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറഞ്ഞു പോകും, ഫോൺ ചൂടാകും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോൺ ചാർജ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ ഏറ്റവും മുകളിലായിട്ട് കാണാനായിട്ട് പറ്റും, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഫോണിലേക്കുള്ള നോട്ടിഫിക്കേഷനുകൾ നമുക്ക് വരുന്നതിനുള്ള ഒരു ഓപ്ഷനാണിത്. നമുക്ക് ഒരിക്കലും തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ അത് ഇത്തരത്തിൽ ഓണായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് അതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഓഫ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷനും ഒന്നിച്ച് ഓഫ് ചെയ്യാനായിട്ട് നമുക്കിവിടെ അക്കൗണ്ട് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ അവിടെ വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ഭാഗം നമ്മളവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ശേഷം ഒന്നുകൂടി നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ സെറ്റിംഗ്സ് എന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. സെറ്റിംഗ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ ഇല്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന കുറച്ച് ഓപ്ഷൻസുകളാണ്. അപ്ഡേറ്റ് ആൾ ആപ്സ് വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ, അതായത് വൈഫൈയിലോ മൊബൈൽ ഡാറ്റയിലോ ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് അത്. അതുപോലെ തന്നെ അപ്ഡേറ്റ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മൊബൈൽ ഡാറ്റ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷനുകൾ. അടുത്തതായിട്ട് അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലിക്ക് മാത്രം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അപ്ഡേറ്റ് ആയാൽ മതി എന്നുള്ളതാണ്. നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും, 10, 50, 60 ആപ്ലിക്കേഷനുകളൊക്കെ ആയിരിക്കും ഓരോ ഫോണുകളിൽ ഉണ്ടാവുക. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, എന്നും ഇത് അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അത്തരത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റും വളരെ സ്പീഡിൽ കുറയും. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ ഇത് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററിയും പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും, ഫോൺ ചൂടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്പ് എന്നുള്ളതിലേക്ക് മാറ്റി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കില്ല. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാനുവലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് അവൈലബിൾ എന്ന ആ ഒരു ഭാഗം കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോരോ ആപ്ലിക്കേഷനുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മൊത്തമായിട്ട് ഒന്നിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഉണ്ട്, ഇവിടെ അപ്ഡേറ്റ് ആൾ എന്നുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് എന്നും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു 2 മാസത്തിലോ അല്ലെങ്കിൽ 3 മാസത്തിലോ ഒക്കെ നിങ്ങൾക്കത് ചെയ്താൽ മതിയാകും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോൺ സ്ലോ ആകും, ഇത്തരത്തിൽ എന്നും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ലോ ആകും, അത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചൂടാകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് നമുക്കിത് ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി ചെയ്യാൻ പോകുന്ന സെറ്റിങ്സ് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഫോണിലേക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ നമുക്ക് വരാറുണ്ട്. നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും. ഈ ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ തന്നെയാണ് നമ്മുടെ ഫോണിലേക്ക് വരുന്നത്. അത് നമുക്ക് ശല്യമായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നിച്ച് ഒറ്റയടിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക.
ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ തന്നെയുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആപ്പ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ നമ്മുടെ ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷനുകളുണ്ടോ ആ ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെയാണ് നമ്മളെ ശല്യം ചെയ്യുന്ന തരത്തിലുള്ള നോട്ടിഫിക്കേഷനുകൾ വരുന്നത്, ആ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു സ്വിച്ച് കണ്ടോ, ആ ഒരു ബട്ടൺ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഓഫ് ചെയ്യാനായിട്ട് ഇതിനൊന്ന് ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനുകളും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.